Hello friends, welcome to Suganya's Taste Made. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഗുലാബ് ജാമുൻ. പക്ഷേ ഇന്ന് ഞാനിവിടെ ഗുലാബ് ജാമുൻ്റെ ഉള്ളിൽ നട്ട്സ് ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ചെറിയ അളവിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ നല്ലപോലെ പൊടിച്ചിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പിഞ്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നാലേ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുള്ളൂ. അപ്പോൾ നാരങ്ങ എന്തിനാണ് ചേർത്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങയും നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടിയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് നല്ല സ്പഞ്ചി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടും. ഇപ്പോൾ ഞാനിവിടെ എല്ലാം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിക്കൊന്നും കുഴക്കണ മാതിരി നല്ല ഹാർഡായിട്ട് നമ്മളിത് കുഴച്ചെടുക്കരുത്. ഭയങ്കര സോഫ്റ്റായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഹാർഡായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുലാബ് ജാമുൻ ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. അപ്പോൾ നമ്മുടെ ഈ പൊടിയെല്ലാം നനഞ്ഞ് കിട്ടണം. അപ്പോൾ അത്രയും പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 4 ഏലക്ക പൊളിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാരയൊക്കെ നല്ലപോലെ നലിഞ്ഞ് കിട്ടണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട. അതിന് മുന്നേ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അതിൽ ലയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ നാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ക്രിസ്റ്റലൈസ് ആവില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ മാവും തുറന്ന് നോക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാവ് നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ കൂടി പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അധികം ഡ്രൈ ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് ഉരുളകളാക്കി ഉരുട്ടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്നട്ടും പിസ്തയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഉരുളകളാക്കാൻ തുടങ്ങാം. അപ്പോൾ മാവിൽ നിന്ന് ഞാൻ ഒരു ചെറിയൊരു പോർഷൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് കയ്യിൽ വെച്ചിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ ഒരു കുഴി ഉണ്ടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ നട്ട്സ് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല ഷേപ്പിൽ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോൾ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ എല്ലാം ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് എനിക്ക് 8 ബോൾസാണ് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇട്ടതും അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ബോൾസ് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് നല്ല ചൂടോട് കൂടിയിട്ട് വേണം ഇരിക്കാൻ. അതിലേക്കാണ് നമ്മൾ ഈ ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ബോൾസും ഞാൻ ഫ്രൈ ചെയ്ത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മണിക്കൂർ അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒപ്പം നട്ട്സും കൂടി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നട്ട്സൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അവസാനമായിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.